എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാണ്ട് വിട്ട് കളയാന്ന് പറയുന്നത് അത്ര നല്ലതല്ലല്ലോ അല്ലേ? ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വല്ലതും പൊസിഷൻ മാറിപ്പോയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ അതൊന്നും അല്ല. എന്നാലും ഇൻട്രോ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്റ്റോറീസ് ചെയ്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ? ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റു പോകുമെന്നുള്ള ഭയം, പേടി, ഉത്കണ്ഠ, വേറെ എന്താ പറയുക, അങ്ങനെ എന്തൊക്കെയോ. ജേക്കബിൻ്റെ സ്വർഗരാജ്യം സിനിമയിൽ ന്യൂപോളിയനോടായിട്ട് നമ്മുടെ രഞ്ജി പണിക്കർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സെറ്റിലാവും. ഒരു ജോലി, ഒരു കുടുംബം, ലൈഫ് ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാനായിട്ട് തുടങ്ങും. അപ്പം അതിന് മുന്നേ ഒരു 25 വയസ്സിന് മുന്നേ ഒക്കെ ആയിട്ട് ആ ഒരു സമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. സാധ്യതകളുടെ ഒരു വലിയ ലോകം നമ്മളുടെ മുന്നിലുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ വേസ്റ്റിംഗ് അവർ ഏജ് എന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അവിടെ എന്താണ് ശരിയാവോ അല്ലെങ്കിൽ തോറ്റു പോവോ എന്നൊന്നും പറഞ്ഞ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. നീ UK പോകണം, MBA എടുക്കണം, ഒരു പുതിയ നാട്ടിൽ പോയി പുതിയ ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കും, പഠിക്കുകയും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നൊക്കെ. UK പോകേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പല ആൾക്കാർക്കും ഈ പുറത്ത് പോയി പഠിക്കണം, സെറ്റിൽ ആവണം, നല്ല കരിയറൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലേ. അവർക്കൊരു ബെസ്റ്റ് ചോയ്സാണ് മാറ്റ് ഗ്ലോബൽ എന്നുള്ളത്. സ്റ്റഡി അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിയും കോഴ്സ് സെലക്ഷൻ തൊട്ട് പോസ്റ്റ് അറൈവൽ സർവീസസ് വരെ നിങ്ങൾക്ക് മാറ്റ് ഗ്ലോബൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഇടയിലൂടെ ഒരു പരസ്യം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ? വീടൊന്നും അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ആഡാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഇവിടെയായിരുന്നു. യെസ്, ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റു പോകുമെന്നുള്ള ഭയം. ഞാൻ ഇച്ചിരി ഒരു കഥ പറയും. വീണ്ടും ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ലവ് സ്റ്റോറിയൊക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ശീലമായതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. യെസ്, കേരളത്തിലെ അങ്ങ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പയ്യൻ ഇങ്ങനെ ജനിക്കുകയാണ്. സുന്ദരനും സുശീലനും സൽഗുണ സമ്പന്നനുമായ ആ ഒരു പയ്യൻ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. അതിലൊരു കാര്യം, ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ അറിയത്തില്ല, അവരെങ്ങനെ എടുക്കും എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ പയ്യൻ അവൻ്റെ കോളേജ് കാലം വരെ തൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ച് ഇങ്ങനെ നടന്നു. പിന്നീട് ബുദ്ധിന് ബോധോദയം വന്നതുപോലെ എന്ന് പറയുന്ന പോലെയാണോ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്കൊരു വിവരം വെക്കും എന്ന് പറയുന്നൊരു വോട്ടുണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നറിയത്തില്ല അവൻ ആകെ അങ്ങോട്ട് മാറി എന്നുള്ളത്. ഇനി ഇങ്ങനെ നടന്നാൽ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ വഴി ഇതല്ല എന്നുള്ള ബോധ്യമൊക്കെ വന്നു എന്നുള്ളത്. പക്ഷേ മെയിൻ പ്രശ്നം നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയർ ആണല്ലോ. അതെങ്ങനെ മാറ്റും എന്നതായി അടുത്ത ചിന്ത എന്ന് പറയുന്നത്. കണ്ണാടിയുടെ മുന്നിലും ബാത്റൂമിലും ഒക്കെ സൂപ്പർ സ്റ്റാറും ഇൻ്റർവ്യൂ എടുക്കലൊക്കെ ആയിട്ട് നടന്നിരുന്ന നമ്മുടെ ഹീറോ ഒരു ക്യാമറ ഓണായി സംസാരിക്കാനായിട്ട് തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും എഡിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മെനയൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങി. ഓക്കെ, എഴുത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം എന്നതായ അടുത്ത ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. അന്ന് മലയാളത്തിൽ അത്ര വലിയ ക്രൈം ത്രില്ലേഴ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ രാക്ഷസന് ഇറങ്ങിയ സമയമാണോ അല്ല ഇറങ്ങുന്നതിന് മുന്നേ ആണോ ഒന്നും കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഞാൻ ഒരു ഫസ്റ്റ് ക്രൈം ത്രില്ലർ ഫസ്റ്റ് ഹോൾ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുന്നതെന്നുള്ളത്. അങ്ങനെ അത് എഴുതി തീർത്തപ്പോൾ എന്നോട് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അക്ഷയ് സംഭവം കൊള്ളാം ഇതാണ് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയി സംഭവം ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് പുള്ളിക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. സംഗതി ഏകദേശം ഓണാവും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ഇഷ്യൂ, എന്താ പറയുക, ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല എന്നുള്ളത്. എൻ്റെ സൗണ്ടൊക്കെ പോയോ? പിന്നെ എല്ലാ ഫിലിം മേക്കേഴ്സിനും ഫിലിം ആസ്പിറൻസിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സങ്കടവും നിരാശയൊക്കെ ആയിട്ട് ഒരു വർഷം അങ്ങനെ വെറുതെ പോയി എന്നുള്ളത്, ഒന്നും വേണ്ട എന്നുള്ള തോട്ട് വരെയൊക്കെ എത്തിയെന്നുള്ളത്. എല്ലാ സൈഡിൽ നിന്നും ഭയങ്കര പുച്ഛമായിരുന്നു. കൂട്ടുകാർ വരെ കളിയായിക്കൊണ്ട് നേടാൻ ഡയറക്ടർ പോകുന്നു, അല്ലെങ്കിൽ സാർ ഒരു വേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കളിയാക്കലായിരുന്നു. അങ്ങനെ മൊത്തം നിരാശയും സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരിക്കലും ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും ട്രൈ ചെയ്യാണ്ട് ഒരു വർഷം ഇങ്ങനെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരിക മാത്രമാണ് ഉണ്ടായെന്നുള്ളത്. ഓരോ കാര്യങ്ങളായിട്ട് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. വെബ് സീരീസ് ചെയ്തു, വൈൻസ് ചെയ്തു, ഒരു ഓൺലൈൻ ഷോ ചെയ്തു, ഒരു ബുക്ക് എഴുതി. പക്ഷേ ഇതെല്ലാം ഒരു ലിമിറ്റ് വരെ മാത്രമായിരുന്നു റീച്ച് ചെയ്യപ്പെട്ടതെന്നുള്ളത്. എന്ത് ചെയ്തിട്ടോ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്താ പറയുക, ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെയൊക്കെ എന്നുള്ളത്. ബുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ എഴുതിയൊരു സംഭവമായിരുന്നു. പക്ഷേ ആകെ വായിച്ചതേക്കാണ്ട് 150 അറൗണ്ട് പീപ്പിളാണ് വായിച്ചതെന്നുള്ളത്.
150 ഒരു വലിയ ചെറിയ നമ്പറാണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ അതിലൊരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. പക്ഷേ ഒരു സക്സസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എന്താണ് കളിയായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ എൻ്റെ ഡ്രീം ഇന്നതാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇല്ലാത്തൊരു അവസ്ഥ എന്നുള്ളത്. എല്ലാവരും പറയും സക്സസ് ഒന്നല്ല നിങ്ങൾ ഡിഫൈൻ ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങളുടെയൊക്കെ. ഒരുപാട് ടോക്സിക് പോസിറ്റിവിറ്റിയൊക്കെ അല്ലെങ്കിൽ ടോക്സിക് മോട്ടിവേഷനൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, എപ്പോഴും ട്രൈ ചെയ്ത് ഫെയിലായി അവസാനം ആ ഡ്രീം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എത്രമാത്രം പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ഒരു സക്സസിൻ്റെ ആ ഒരു മധുരം, ആ ഒരു സ്വീറ്റ്നെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതൊരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു ആക്ടർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം എന്നുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം അഭിനയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടൊക്കെ തോന്നും. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. ഇപ്പോൾ കാണാത്തവരൊന്ന് നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസ് പോയി നോക്കാം കേട്ടോ. പിന്നെ എന്തായിരുന്നു, ആദ്യം ആക്ടിംഗ് എന്ന് പറഞ്ഞാലോ, പിന്നെയുള്ള പ്ലാൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മഴവിൽ, നമ്മുടെ ഫസ്റ്റ് ബുക്കിൻ്റെ പേര് നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നല്ലേ, മഴവിൽ നിന്നായിരുന്നു അതിൻ്റെ ബുക്കിൻ്റെ പേര്. ഇപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. കിൻഡിൽ വേർഷനായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഇ ബുക്കായിരുന്നു. അങ്ങനെ ഒരു ബുക്ക് ചെയ്തു. പിന്നീട് ഒരു റാപ്പ് സോങ്ങൊക്കെ ചെയ്തു. റാപ്പ് സോങ്ങൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു, എന്താ പറയുക, ഭയങ്കര അവസ്ഥയായിരുന്നു, ട്രോളായിരുന്നു. അവസാനം അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് വെബ് സീരീസാണ് വൈൻസൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ഒക്കെ ചെയ്ത് എന്താ പറയുക, എല്ലാത്തിലും വൻ അവസ്ഥയായ സ്ഥിതിക്ക് വീണ്ടും റൈറ്റിങ്ങിലേക്കും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിലേക്കും ഒക്കെ തിരിഞ്ഞു എന്നുള്ളത്. ഞാനിങ്ങനെ ചുമ്മാ റീൽസൊക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് ഓക്കെ ലോങ് ഫോമാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാന്നുള്ള തോട്ട് വന്ന് യൂട്യൂബ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും അവിടെ തന്നെയാണല്ലോ. പിന്നെ യൂട്യൂബിലേക്കാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് മടുത്തു തുടങ്ങുന്നില്ലാണ്. പിന്നെ ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഫോണും പിടിച്ചിരിക്കണ്ടേ. അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് ട്രൈ ചെയ്തുകൂടാന്നുള്ളത്. അതാവുമ്പോൾ ആൾക്കാർക്ക് അവിടെ സോങ് പ്ലേ ചെയ്യുന്ന പോലെ പോക്കറ്റിലിട്ട് നടന്നാൽ പോരെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നടന്നാൽ പോരെ എന്നുള്ള ഒരു തോട്ടൊക്കെ ആയി. അങ്ങനെയാണ് ഇത് കൊള്ളാം, ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളും നടക്കും, എന്നെ കേൾക്കുകയും ചെയ്യാം എന്നുള്ളൊരു തോട്ടിൽ ഇതങ്ങോട്ട് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ആദ്യമൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കേട്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് മലയാളത്തിലെ തന്നെ ടോപ്പ് റിലേഷൻഷിപ്പ് പോഡ്കാസ്റ്റ് ആയിട്ട് ഇത് മാറിയെന്നുള്ളത്. ആൻഡ് ഇതിനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പോഡ്കാസ്റ്റൊക്കെ ഇപ്പോൾ മെല്ലെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെടുന്ന ഒരു സമയമല്ലേ, ഒരു ബിഗിനിങ് സ്റ്റേജൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പോഡ്കാസ്റ്റർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. പിന്നീടാണ് സ്പോട്ടിഫൈയുടെ ഒരു കോൺടെസ്റ്റ് വരുന്നത് എന്നുള്ളത്. അതിൽ റണ്ണേഴ്സ് അപ്പ് ആയി, അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടാതൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ആൾക്കാർ ചോദിക്കുമ്പോൾ പ്രൗഡായിട്ട് പറയാനായിട്ട് ഒരു കാരണം കിട്ടിയല്ലോ. അല്ലെങ്കിൽ ഐ എം അക്ഷയ് പ്രകാശ് ആൻഡ് ഐ എം ആസ്പയറിങ് ബ്ലാ 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 എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഐ എം അക്ഷയ് പ്രകാശ് ആൻഡ് ഐ എം എ പോഡ്കാസ്റ്റർ, ഞാനിങ്ങനെ സ്പോട്ടിഫൈ ഏഷ്യാവിലെ കോൺടെസ്റ്റിലൊക്കെ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ പ്രൗഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ്സ് റിയലി അമേസിങ്. ഇനി ആരെങ്കിലും വന്നിട്ട് കുറേ ആയല്ലോ അതും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നും ആയിരുന്നില്ലല്ലോ, നിർത്തിയിട്ട് പൊക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പ്രൗഡായിട്ട് പറയാമല്ലോ. ഒന്നുമില്ലല്ലോ, അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ അത്ര ചെറുതല്ലല്ലോ. ആ ഒരു രീതിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു സക്സസ് നമ്മൾ ഒരുപാട് ഹാപ്പി ആക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം വരുന്നത് തന്നെ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ നടക്കുന്ന ഇൻസിഡൻസ് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പോകുകയാണെന്ന് വെക്കുക, അവിടെ നിന്ന് ടീച്ചേഴ്സ് നിങ്ങളെ എന്തോ തെറ്റിയപ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കിട്ടാത്തപ്പോഴോ ഇങ്ങനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ടീച്ചർ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു പേടി വരാനായിട്ട് തുടങ്ങും, ഇത് തെറ്റോ അല്ലെങ്കിൽ വീണ്ടും വഴക്ക് കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ. അങ്ങനെ ആ പേടി ബാക്കി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വരെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. സ്കൂളിൽ മാത്രമല്ല വേറെ ഏതൊരു സ്റ്റേജിലും നിങ്ങൾക്ക് ഇതേ തോട്ട്സൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുള്ളത്. എനിക്കുണ്ടായിരുന്നു സെയിം ഇൻസിഡൻസ് ഉള്ളത്. പണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് മാർക്ക് കുറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കിട്ടാത്തപ്പോൾ വഴക്ക് കേൾക്കേണ്ടി വന്നപ്പോൾ ആകെ ഡൗൺ ആയ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് കോളേജ് വരെ ഇതേ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി എന്നുള്ളത്. ഇനി തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എല്ലാവരും മുന്നിലിരുത്തി കളിയാക്കുമ്പോൾ അതിങ്ങനെ സഹിക്കാനായിട്ട് പറ്റുമോ? അല്ലെ വേണ്ട, ഇതൊന്നും വേണ്ട, അറിയുന്നൊക്കെ ചെയ്ത് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ അടക്കി ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ളത്. കാരണം ഒട്ടുമിക്ക പാരൻസിനും അവരുടെ ഉള്ളിൽ തന്നെ കുട്ടികളെക്കുറിച്ചുള്ള അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള ഒരു തോട്ട് എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചറായിട്ട് കാണുന്ന ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഒരു സേഫർ ആയിട്ടുള്ള ഒരു ജോബൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. ആ സമയം കയറി ചെന്നിട്ട് എനിക്കൊരു ആക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഞാൻ കോളേജിലേക്ക് എത്തിയ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇനി ആരെയും തൃപ്തിപ്പെടുത്താൻ
പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സംഭവം നടക്കില്ല എന്നുള്ളത്. എൻ്റെ ഡ്രീംസൊക്കെ തനി എന്നിൽ തന്നെ ഇല്ലാണ്ടാവും എന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ. അതാണ് കോളേജിലെ ഫ്രണ്ട്സും കോളേജിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. കാരണം നമ്മൾ ജഡ്ജ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്താവുമ്പോൾ അത് നമുക്ക് അത്ര ഈസി ആണല്ലോ നമ്മളുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെ തേർഡ് ഇയറൊക്കെ ആയപ്പോഴാണ് ഒരു പ്രൊജക്ട് പ്രസൻറ്റേഷനൊക്കെ കണ്ട് ആ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ വല്ലാണ്ട് കൂടിയെന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് വേറെ ആരെന്ത് വിചാരിക്കും, തോറ്റുപോയാൽ എന്താണെന്നുള്ള തോട്ട്സ് ഒന്നും ഇല്ലാണ്ടായി എന്നുള്ളത്. ഇതൊക്കെ ഓക്കെയാണ്, പ്രശ്നമില്ല, ഇതിങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി ഓസം. എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കൂടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു രീതിയിലും വളരാൻ അനുവദിക്കാത്ത ഒരാളുടെ അടുത്ത് ഇരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്, ചെതുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ടോക്സിക് പോസിറ്റിവിറ്റി ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നേ ഇല്ല. ജസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളുടെ ആ ഒരു പേടി ഇല്ലാണ്ടാക്കാനായിരിക്കും ഉള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ കൂടുതൽ ടോക്സിക് ആവാണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നേരെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നമ്മളെ പോഡ്കാസ്റ്റ് ഒന്ന് റേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, അടുത്ത വെള്ളിയാഴ്ച കാണാം. ടാറ്റാ ബൈ.